നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം, ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടോ എങ്കിൽ സമ്പത്തും ഐശ്വര്യവും വീട്ടിലെത്തും. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോന്റെ വിഷയം. ചില നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചില നക്ഷത്രക്കാർ വീട്ടിൽ ജനിക്കുന്നത് ആ വീടിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കാരണമാകാറുണ്ട്. എന്നാൽ മറ്റ് നക്ഷത്രക്കാർക്കും ഭാഗ്യവും അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങൾ ഈ ശുഭഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളാണിത്. അപ്പൊ ശുക്രന്റെയും വേഴത്തിന്റെയും ബുധന്റെയും ചന്ദ്രന്റെയും ഇത് ശുഭഗ്രഹങ്ങളാണ്. നക്ഷത്രങ്ങൾക്കാണ് ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത. അതായത് ശുക്രന്റെയും വേഴത്തിന്റെയും ബുധന്റെയും ചന്ദ്രന്റെയും ഈ 4 ശുഭഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് പാപഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾ കൊള്ളാത്തവരാണ് എന്ന് ആരും വിചാരിക്കരുത്. കാരണം അങ്ങനെ ചിന്തിക്കും, ഇത് മാത്രമാണ് നല്ല ഇത്, ബാക്കിയുള്ളതൊക്കെ നക്ഷത്രങ്ങളൊന്നും കൊള്ളൂലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അങ്ങനെ ചിന്തിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാ നക്ഷത്രങ്ങളിലും ഗുണവും ദോഷവും ഉണ്ട്. അല്ലാണ്ട് ഒരു നക്ഷത്രത്തിൽ മാത്രം ഗുണം, മറ്റു നക്ഷത്രത്തിൽ ഗുണമില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാവരിലും ഗുണവും ദോഷവും ഉണ്ടാകും. ഞാൻ ഇനി പറയുന്ന നക്ഷത്രങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ സാമാന്യമായി കൂടുതൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന നക്ഷത്രങ്ങൾ, അപ്പോ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലുള്ള ഈ നക്ഷത്രങ്ങൾ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഓരോ നക്ഷത്രക്കാരുടെയും ജന്മലഗ്നവും 9ാം ഭാവവും 11ാം ഭാവവും ഒക്കെ സൂക്ഷ്മമായി പരിശോധിച്ചാലേ ഇത് പൂർണ്ണമാവുകയുമുള്ളൂ. ഇനി നക്ഷത്രം പറയാം. ഭരണി, പൂരം, പൂരാടം. ഭാഗ്യാനുഭവങ്ങളുള്ള നക്ഷത്രങ്ങളുടെ പേരാണ് ഞാൻ പറയുന്നത്. ഭരണി, പൂരം, പൂരാടം. ഇത് ശുക്രന്റെ നക്ഷത്രമാണ്. ശുക്രൻ ആരാണ്? ആഡംബരകാരകനാണ്. ആഡംബരത്തിന്റെ കാരകത്തുള്ളതാണ്, ഐശ്വര്യത്തിന്റെ കാരകത്തുള്ളതാണ്, സമ്പത്തിന്റെ കാരകത്തുള്ളതാണ് ശുക്രൻ. അപ്പൊ ശുക്രന്റെ നക്ഷത്രമായ ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രങ്ങൾ ഉള്ള വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരും എന്ന് പറയാം. ഭരണി ആഡംബരപ്രിയരും, ഭരണി നക്ഷത്രക്കാർ ആഡംബരപ്രിയരും ഭാഗ്യശാലികളുമാണ്. പൂരം നക്ഷത്രം ഇവർ കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം എന്ന് പറയുന്നത് ലക്ഷ്മി സാന്നിധ്യമുള്ള നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം സന്ധ്യാസമയത്ത് ജനിച്ച പൂരാടം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ വലിയ ഭാഗ്യമായി ഇതിനെ കാണണം. അതായത് സന്ധ്യാസമയത്ത് ജനിച്ച പൂരാടം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അത് വളരെ ഭാഗ്യമായി കാണാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ ചില നക്ഷത്രങ്ങൾ, പുണർദം, വിശാഖം, പൂരുരുട്ടാതി ഈ 3 നക്ഷത്രങ്ങൾ വേഴഗ്രഹത്തിന്റെ നക്ഷത്രമാണ്. ഈ വേഴഗ്രഹം എന്ന് പറഞ്ഞത് ആരാണ്? ധനകാരകനാണ്. അപ്പൊ ധനകാരകന്റെ നക്ഷത്രമാണ് പുണർദം, വിശാഖം, പൂരുരുട്ടാതി. ഈ പുണർദം നക്ഷത്രക്കാർ പുനർജന്മമായി കാണണം. ഈ പുണർദം നക്ഷത്രക്കാർക്ക് പറ്റി പുനർജന്മമായി കാണുന്ന ഒരു കാര്യമുണ്ട്. ദേവഗുരുവിന്റെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. വിശാഖം നക്ഷത്രം ഇവരുടെ സാന്നിധ്യം കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാക്കുകയും ചെയ്യും.
പൂരുരുട്ടാതി നക്ഷത്രം. ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരും എന്ന് പറയാം. അപ്പോ ഈ പുണർദം, വിശാഖം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാരും വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത നക്ഷത്രം ആയില്യം, കേട്ട, രേവതി. ഇത് ബുധന്റെ നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാക്കി തരും. അടുത്ത നക്ഷത്രങ്ങൾ രോഹിണി, അത്തം, തിരുവോണം. രോഹിണി, അത്തം, തിരുവോണം ഇത് ചന്ദ്രന്റെ നക്ഷത്രങ്ങളാണ്. ചന്ദ്രൻ മനസ്സിന്റെയും മാതൃത്വത്തിന്റെയും കാരകനായതിനാൽ രോഹിണി നക്ഷത്രക്കാർ ഉള്ള വീട്ടിൽ സ്നേഹവും ഐശ്വര്യവും ഉണ്ടാവും എന്ന് പറയാം. അതുകൂടാതെ രോഹിണി നക്ഷത്രം ശുക്രന്റെ ക്ഷേത്രമായ ഇടവൻ രാശിയിലാണ് വരുന്നത്. അതുകൂടാതെ ചന്ദ്രന്റെ ഉച്ച രാശി കൂടിയാണ് ഇടവൻ രാശി. അപ്പൊ ചന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നക്ഷത്രമായി രോഹിണിയെ കണക്കാക്കാം. ഇതുകൂടാതെ വേറെയും ചില നക്ഷത്രക്കാരുണ്ട്. അതിലൊന്നാണ് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രം ബുധന്റെയും ചന്ദ്രന്റെയും സ്വാധീനം ഒത്തുചേരുന്ന ഒരു നക്ഷത്രമാണ്. ഇവരുടെ പരിശ്രമങ്ങൾ കുടുംബത്തിൽ വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇത് കഴിഞ്ഞാൽ വരുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രം പിതൃക്കളുടെ നക്ഷത്രമാണ് അറിയപ്പെടുന്നത്. പിതൃക്കളുടെ അനുഗ്രഹമുള്ള നക്ഷത്രമായി മകത്തെ കരുതാം. മകം നക്ഷത്രക്കാർ കുടുംബത്തിലുണ്ടെങ്കിൽ തടസ്സങ്ങൾ നീങ്ങാനും അധികാരവും സമ്പത്തും വന്നു ചേരാനും സാധ്യതയുണ്ട്. ഈ മകം പിറന്ന മങ്ക എന്ന പ്രയോഗം തന്നെ കേട്ടിട്ടില്ലേ? ഐശ്വര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണത്, മകം പിറന്ന മങ്കയെന്ന്. അതായത് പെൺകുട്ടികൾ മകം നക്ഷത്രത്തിൽ പിറന്നാലാണ് ഇതിനെ പറയുന്നത് മകം പിറന്ന മങ്ക എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ അത് വളരെ അർത്ഥവത്തായ ഒരു വാക്കുകൂടിയാണ്. പിന്നെ അതുകൂടാതെ ഈ മകം നക്ഷത്രം പുരുഷന്മാർക്കാണ് കൂടുതൽ ഭാഗ്യം ഉണ്ടാക്കുന്നത് എന്ന ഒരു അഭിപ്രായവും ഉണ്ട് ജ്യോത്സ്യന്മാരുടെ ഇടയിൽ. മകം നക്ഷത്രം സ്ത്രീകളെക്കാട്ടിയും കൂടുതൽ മകം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്കാണ് ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ വരുന്നതും എന്ന് അഭിപ്രായമുണ്ട്. ഇനി അത് കഴിഞ്ഞ ഉത്ര നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രം സൂര്യന്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് ഉത്രം. ഉത്ര നക്ഷത്രക്കാർ വീട്ടിലുണ്ടാകുന്നത് ആ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കാനായിട്ട് ഇടവരും. കാരണം ആത്മകാരകനാണ് സൂര്യൻ. അപ്പൊ സൂര്യ തേജസ്സുള്ള നക്ഷത്രമാണ് ഉത്ര നക്ഷത്രം. ഒരു കാര്യം കൂടി പറയാം. ഒരു വ്യക്തിയുടെ നക്ഷത്രം മാത്രം നോക്കി ഭാഗ്യവും ഐശ്വര്യവും പൂർണ്ണമായി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ നക്ഷത്രം മാത്രം നോക്കി പറയാൻ പറ്റില്ല. ഒരു സാമാന്യമായിട്ടുള്ള കാര്യങ്ങളാ നക്ഷത്രം നോക്കി പറയാൻ പറ്റുള്ളൂ. എന്നാൽ പൂർണ്ണമായി അതിനെ പറയണമെന്നുണ്ടെങ്കിൽ ജാതകത്തിലെ ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ലഗ്നഭാവം, അതുകൂടാതെ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ധനഭാവമാണ്. അപ്പൊ രണ്ടാം ഭാവവും 9ാം ഭാവം ഭാഗ്യത്തിന്റെ ഭാവമാണ്. അപ്പൊ 9ാം ഭാവവും 11ാം ഭാവവും 11ാം ഭാവം എന്ന് പറഞ്ഞാൽ വരവിന്റെ സ്ഥാനവും. അപ്പൊ എന്നിവയെല്ലാം അല്ലെങ്കിൽ എന്നിവയുടെ ബലവും ഗ്രഹനിലയും കൂടി പരിശോധിച്ചാൽ മാത്രമേ
കൃത്യമായ ഫലം പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും പൊതുവായ ജ്യോതിഷ തത്വചിന്തകൾ പ്രകാരം ഈ നക്ഷത്രക്കാർ കുടുംബത്തിലുണ്ടാകുന്നത് ഭാഗ്യമാണ്. അവർ ഭാഗ്യദായകരുമായിരിക്കും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.